വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ചെയ്തുകൊണ്ടിരുന്നത്. പേജ് നമ്പർ 71ന്റെ എക്സർസൈസാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് എക്സർസൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേ. ഇനി സെക്കൻഡ് എക്സർസൈസിലേക്കാണ് പോകുന്നത്. വേഗം ചെയ്താലോ. നമ്മളെ ഫോർമുലയൊക്കെ ഓർക്കുന്നില്ലേ? 4 ഫോർമുല നമ്മൾ പഠിച്ചായിരുന്നു. അത് തലയിൽ വെക്കണം കേട്ടോ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. ഫോർമുല ഒന്ന് കാണാപ്പാടം പഠിച്ച് വെച്ചാൽ മതി. എല്ലാം സെറ്റാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ സം ഓഫ് ദി ഫസ്റ്റ് 25 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ. നമുക്ക് തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസസിൻ്റെ 25 ടേംസിൻ്റെ ഫസ്റ്റ് 25 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. ഏത് ഫോർമുല ആദ്യം ഓർമ്മ വരണം? ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഏതാ ഫോർമുല? Sn is equal to n/2 into 2a plus n-1 into d. ഇനി തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ ലാസ്റ്റ് ടൈം തന്നിട്ടുണ്ടെങ്കിലോ Sn is equal to n/2 into x1 plus xn. ഓർക്കുന്നുണ്ടല്ലോ? ഇത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഫോർമുല അറിയാമെങ്കിൽ ഒന്നും പേടിക്കേണ്ട, വായോ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തേനകത്ത് 11, 22, 33 എന്ന് പറഞ്ഞു പോകുന്ന സീക്വൻസ്. അവിടെ എന്ത് തന്നിട്ടില്ല? ലാസ്റ്റ് ടൈം തന്നിട്ടില്ല. അപ്പം നമുക്ക് x1 plus xnന്റെ ഫോർമുല ഉപയോഗിക്കത്തില്ല. നമ്മുടെ വലിയ ഫോർമുലയെ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ എഴുതിക്കോ, Sn is equal to n/2 into 2a plus n-1 into d. ഓക്കെ, n എത്രയാ? എത്ര നമ്പർ എൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 25 ടേംസിൻ്റെന്ന്. ഓക്കെ, അപ്പോൾ n കിട്ടി. ഇനി a ആരാ? ഫസ്റ്റ് ടേമായ 11. d എത്രയാ? 22 minus 11 എത്രയാ? 11 തന്നെ. ഓക്കെ, അപ്പോൾ എല്ലാവരും ആയില്ലേ? ചെയ്താലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 25/2 ഇൻറ്റു 2a 2 ഇൻറ്റു a 11 പ്ലസ് n-1. n എത്രയാ? 25. n-1 24 ഇൻറ്റു d എത്രയാ? 11. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇതിന് നമുക്ക് കറക്റ്റായിട്ട് നമ്പർ കിട്ടാത്തതുകൊണ്ട് നമുക്ക് അവസാനം വരെ കാത്തിരിക്കാം. എന്തെങ്കിലും ഒരു പോം വഴി ഉണ്ടാകും, അതവിടെ കിടക്കട്ടെ. ഇൻറ്റു 2 into 11 22 plus 24 into 11 24 into 11 264. വീണ്ടും 25/2 into ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 286 കിട്ടും അല്ലേ? 286 കിട്ടും. ഇനി ഇവരെ രണ്ടുപേരെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 286നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 143 കിട്ടും. ഇനി എന്തുണ്ട്? 25 ഇൻറ്റു 143 ഉണ്ട്. അപ്പോൾ 143 ഇൻറ്റു 25 ചെയ്ത് നോക്കണം. 21 7 6 8 2 5 7 15 3 3575 ആയിരിക്കും നമ്മുടെ സമ്മ്. 3575 കിട്ടിയില്ലേ? അപ്പം ഇതാണ് ആ സമ്മ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 12, 23, 34 എന്ന് പറഞ്ഞു പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസ്. ഇതിൻ്റെ സമ്മും സെയിം മെത്തേഡിലാണ് ചെയ്യുന്നത്. n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഓക്കെ, ഇതിൻ്റെ n എത്രയാ? ഇതിൻ്റെ n-ഉം 25 ആണ്. a എത്രയാ? a 12 ആണ്. d എത്രയാ? d 11 അല്ലേ വരിക? 23 minus 12 11 വരിക. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്. എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n/2 25/2 ഇൻറ്റു 2 ഇൻറ്റു a 2 ഇൻറ്റു 12 എത്രയാ? 24 പ്ലസ് n-1 n 25 ആണ്. n-1 24 ആണ്. ഇൻറ്റു d 11. ദാറ്റ് ഈസ് ഈക്വൽ ടു 25/2 ഇൻറ്റു 24 പ്ലസ് 24 ഇൻറ്റു 11 നമ്മളിവിടെ ഓൾറെഡി ചെയ്തു. എത്രയാ? 264. ദാറ്റ് ഈസ് ഈക്വൽ ടു 25/2 ഇൻറ്റു ഇത് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 288 കിട്ടും. ഇനി ഇവരെ രണ്ടുപേരെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കളയുക. ഇത് 1 ആകും. ഇത് 144 വരും. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 25 3600 വരും. 3600 കണ്ടോ? എളുപ്പമല്ലേ ഇത് ചെയ്യാൻ? ആകെ നമുക്ക് ഈ ഒരു ഫോർമുല മാത്രം അറിഞ്ഞാൽ മതി. ഇനി അടുത്ത മൂന്നാമത്തെയാണേ. മൂന്നാമത്തത് 21, 32, 43 എന്ന് പറയുന്ന സീക്വൻസ്.
എന്താ കണ്ടുപിടിക്കണ്ടേ? എസ് എൻ ആ കണ്ടുപിടിക്കണ്ടേ. എന്താ ഫോർമുല? n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി. ഇതല്ലേ ഫോർമുല? n എത്രയാ? 25. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. a എത്രയാ? 21 ഉണ്ട്, അറിയാലോ ഫസ്റ്റ് ടൈം. ഇനി ഡി എത്രയാ? കോമൺ ഡിഫറൻസ് എത്രയാ? 32 മൈനസ് 21 11. ചെയ്താലോ? ഇസ് ഈക്വൽ ടു n/2 25/2 ഇൻറ്റു 2a 2 ഇൻറ്റു 21 പ്ലസ് n-1 24 അല്ലേ, 25 ആയിരുന്നു n ഇൻറ്റു ഡി. ദാറ്റ് ഈസ് ഈക്വൽ ടു 25/2 ഇൻറ്റു 21 ഇൻറ്റു 2 എത്രയാ? 42 പ്ലസ് ഇത് എത്രയാ കിട്ടിയെന്ന് ഓർക്കുന്നുണ്ടോ? 24 ഇൻറ്റു 11 264 ആയിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 25/2 ഇൻറ്റു ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 306 കിട്ടും. ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 1 2s are 2 5 3 153 ഇൻറ്റു 25 ചെയ്തേ. 153 ഇൻറ്റു 25 5 3s are 15 5 5s are 25 26 2 5 1s are 5 plus 2 7 2 3s are 6 5 2s are 10 3 3825. ഓക്കെ, കിട്ടിയില്ലേ? ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം, അവിടെ ഒരു 4th ക്വസ്റ്റ്യൻ ഉണ്ട്. 4th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 19 28 37 എന്ന് പറഞ്ഞു പോകുന്ന ഈ ഒരു സീക്വൻസ്. ഇത് നിങ്ങളുടെ ഹോംവർക്കാണേ. നിങ്ങൾ ഹോംവർക്കായിട്ട് തന്നെ ചെയ്തിട്ട് കമൻ്റ് ആയിട്ട് ഞങ്ങളെ അറിയിക്കണം എത്രയാണ് ആൻസർ കിട്ടിയെന്ന്. ഇവിടുത്തെ n എത്രയാ? 25. ഇവിടുത്തെ a എത്രയാ? 19. ഇവിടുത്തെ ഡി എത്രയാ? 28 മൈനസ് 19. അത് എത്രയാ വരുന്നത്? 9 ആ വരുന്നത് കേട്ടോ. ഇവിടെയും 11 എഴുതാനുള്ള ഒരു ത്വര നമുക്കുണ്ടാവും. കാരണം ആദ്യത്തെ 3 ക്വസ്റ്റ്യനും 11 ആയിരുന്നു കോമൺ ഡിഫറൻസ്. പക്ഷെ ഇവിടെ നോക്കണം, ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാ? 9 ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ എന്നും എയും ഡിയും വെച്ചിട്ടുള്ള നമ്മളുടെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുള്ളൂ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് അടുത്ത് നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. 3ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 9 എമംഗ് 3-digit numbers. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? സം ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 9 എമംഗ് 3-digit numbers. 3-digit നമ്പർ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് ഓഫ് 9ന്റെ സമ്മ്. ഓക്കെ, നമുക്ക് വേറെ ഒരു സീക്വൻസും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യുമെന്ന്. നമുക്കൊരു നമ്പറും ഇല്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവർക്കൊരു സീക്വൻസ് ഉണ്ടാക്കി എടുക്കണം. ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? 3-digit നമ്പേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്മോളസ്റ്റ് 3-digit നമ്പർ ഏതാ? 100 ആണ് സ്മോളസ്റ്റ് 3-digit നമ്പർ. പക്ഷേ അവനെ അല്ല നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ആവശ്യമുള്ളത് ആദ്യമായിട്ട് 9ന്റെ മൾട്ടിപ്പിൾ ആകുന്ന 3-digit നമ്പർ ഏതാന്ന് നോക്കണം. 100 9ന്റെ മൾട്ടിപ്പിൾ ആണോ? നമ്പർ ഇസ് ഈക്വൽ ടു 100/9 ചെയ്ത് നോക്കിയാൽ നമുക്കൊരു 11.11 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതൊരു 100. അവിടെ നമുക്ക് എന്ത് മനസ്സിലാകും? 100 9ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, പക്ഷെ അപ്പോൾ ഏതാണ് സ്മോളസ്റ്റ് 3-digit നമ്പർ? 3-digit number which is multiple of 9 or divisible by 9. അതല്ലേ multiple of 9? divisible by 9. എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അറിയോ? 100 അല്ലേ സ്മോളസ്റ്റ് 3-digit നമ്പർ. അപ്പോൾ 100നെ 9 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കി. അതെന്തായാലും പോസിബിൾ അല്ല. നമുക്കൊരു ഒരു ഡെസിമൽ നമ്പറാണ് കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ കിട്ടിയ ആൻസറിൻ്റെ ഏറ്റവും അടുത്തുള്ള ഹോൾ നമ്പർ ഏതാ നോക്കണം. ആരാത്? 12 ആണ് അല്ലേ? 11.11ന്റെ അടുത്ത നെക്സ്റ്റ് കിടക്കുന്ന ഹോൾ നമ്പർ 12 ആണ്. ആ 12നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഓക്കെ, 12 × 9 9 2s are 18 then 10 108 വരും. അപ്പം നമുക്ക് എന്താ മനസ്സിലാക്കണ്ടേ? 3-digit നമ്പേഴ്സിൽ 108 ആണ് എന്ത് നമ്മളുടെ എന്താ മൾട്ടിപ്പിൾ ഓഫ് 9 ആയിട്ട് വരുന്ന ഫസ്റ്റ് നമ്പർ. ഓക്കെ, സ്മോളസ്റ്റ് നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 9 108 ആണ്. അപ്പം നമ്മളുടെ സീക്വൻസിന്റെ ആദ്യത്തെ ആളെ കിട്ടി. ഇനി ലാസ്റ്റ് ആളെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ലാർജസ്റ്റ് 3-digit നമ്പർ. ലാർജസ്റ്റ് 3-digit നമ്പർ divisible by
9. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മളുടെ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാ? 999 ആണ്. 999 ആണ് അല്ലേ? അതിനെ 9 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കുക. പറ്റുമോ? പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 9 ഏതായിരിക്കും? 999 ആയിരിക്കും. അപ്പോൾ നമ്മളുടെ സീക്വൻസ്, സോ ദ സീക്വൻസ്, നമ്മളുടെ സീക്വൻസ് ആരായി മാറും? നമ്മളുടെ സീക്വൻസ് ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 108ഉം എക്സെട്ര പോയി അടുത്ത നമ്പർ ഏതായിരിക്കും? ഈ സീക്വൻസിലെ 9ന്റെ മൾട്ടിപ്പിൾസിന്റെ അല്ലേ? അപ്പോൾ ഇതിനോട് 9 ആഡ് ചെയ്യുന്നതായിരിക്കൂലേ? അപ്പോൾ അടുത്ത സീക്വൻസ് എന്ന് പറയുന്നത് 117 ആയിരിക്കും അല്ലേ? പിന്നെ പോകുന്ന അടുത്ത നമ്പർ ഏതായിരിക്കും? ഇതിനോട് 9 ആഡ് ചെയ്താൽ പോരെ? അപ്പോൾ 126 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസിന്റെ ലാസ്റ്റ് നമ്പർ എന്ന് വരുന്നത് 999 ആയിരിക്കും. അപ്പം ഇവരാണ് നമ്മളുടെ സീക്വൻസ്. അപ്പം നമുക്ക് സീക്വൻസ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? സം ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 9 എമംഗ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. 3 ഡിജിറ്റ് നമ്പേഴ്സിൽ 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന എല്ലാ 3 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെയും കൂടെ സമ്മ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് എത്ര ടേംസ് ഉണ്ട് ഇവരെന്ന് അറിയില്ല. അപ്പം നമുക്ക് ആദ്യം n കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാം. ഫോർമുല എന്തായിരുന്നു? xn മൈനസ് x1/d പ്ലസ് 1 ആയിരുന്നു ഫോർമുല. xn ആരാ ഇവിടുത്തെ? 999 മൈനസ് ഫസ്റ്റ് നമ്പർ 108 ഡിവൈഡഡ് ബൈ d 9 ആണ്. ഓക്കെ, അപ്പോൾ 999 മൈനസ് 108 എത്ര വരും? 891 ബൈ 891 ഡിവൈഡഡ് ബൈ 9 പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 99 ആണ്, പ്ലസ് 1 വിച്ച് ഇസ് 100. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു സീക്വൻസിൽ ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഒരു സീക്വൻസിൽ 100 ടേംസ് ഉണ്ട്, അല്ലെങ്കിൽ n 100 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാ? നമ്മളുടെ സം ഓഫ് ദി സീക്വൻസ് കണ്ടുപിടിക്കാൻ പോവാ. ഫോർമുല എന്താ? n/2 ഇൻറ്റു x1 പ്ലസ് xn. നമുക്ക് x1ഉം xn അറിയാവുന്നതുകൊണ്ട് ഈ ഫോർമുല ഉപയോഗിക്കാം അല്ലേ? അപ്പോൾ n എത്രയാ? n 100 ആണെന്ന് നമുക്ക് കണ്ടുപിടിച്ചു. x1 എത്രയാ? x1 എന്ന് പറയുന്നത് 108 ആണ്. xn എന്ന് പറയുന്നത് 999 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 100/2 ഇൻറ്റു x1 എന്ന് പറയുന്നത് 108 പ്ലസ് 999. ദാറ്റ് ഈസ് ഈക്വൽ ടു 100/2 പോസിബിൾ ആണ് 50 ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഓക്കെ, 50 ഇൻറ്റു 1107 ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ വരുന്നത് 55,350 ആണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ സം ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 9 എമംഗ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. ഓക്കെ അല്ലേ? അപ്പം ഇതിങ്ങനെയാണ് കണ്ടുപിടിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? അടുത്ത ക്വസ്റ്റ്യൻ 4ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. ദ nth term of some arithmetic sequences are given below. Find the sum of the first n terms of each. നമുക്ക് nth ടേം തന്നിട്ടുണ്ട്. ആ nth ടേം വെച്ചിട്ട് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് n ടേംസിന്റെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, nth ടേം ആണ് തന്നിരിക്കുന്നത്, നമ്പർ ഓഫ് ടേംസ് അല്ല, മാറിപ്പോവല്ലേ. അതായത് ലാസ്റ്റ് ടേം. ഫൈൻ. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തത് 2n പ്ലസ് 3. nth ടേം എന്ന് പറയുന്നത് 2n പ്ലസ് 3. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫസ്റ്റ് ടേമിനെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ഇത് xn ആണ്, ഇത് xn ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് x1 ആണ്, അതായത് n-ന് 1 കൊടുക്കുന്നതാണ് ഫസ്റ്റ് ടേം. അപ്പോൾ 2n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ n-ന് 1 കൊടുക്കുക, പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 2, 2 പ്ലസ് 3 5. അപ്പോൾ ഫസ്റ്റ് ടേം ഏതാ? 5 ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം ഏതാ? സെക്കൻഡ് ടേം എന്ന് പറയുന്നത് x2 ആണ്, അതായത് n-ന് 2 കൊടുക്കുക. അപ്പോൾ 2 ഇൻറ്റു 2 പ്ലസ് 3, 2 ഇൻറ്റു 2 4, 4 പ്ലസ് 3 7. ഓക്കെ, തേർഡ് ടേം നിങ്ങൾ തേർഡ് ടേം കൂടെ കണ്ടുപിടിച്ചോ. തേർഡ് ടേം എന്ന് പറയുന്നത് x3 ആണ്, അതായത് 2n, 2 ഇൻറ്റു 3 പ്ലസ് 3, അതായത് 2 3s are 6, 6 പ്ലസ് 3 9. അപ്പോൾ നമ്മളുടെ സീക്വൻസ് നമുക്ക് കിട്ടി. സോ ദ സീക്വൻസ്, the required sequence is 5 7 9 എക്സെട്ര. എത്ര ടേംസ് ഉണ്ടെന്ന് നമുക്കറിയില്ല. ലാസ്റ്റ് ടേം ആണ്, nth ടേം ആണ് 2n പ്ലസ് 3. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ സീക്വൻസ്. ഇനി എന്ത് കാണാനാണ് പറഞ്ഞേക്കുന്നത്? സമ്മ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഉള്ളതുകൊണ്ട് ഏത് ഉപയോഗിക്കാം? n/2 ഇൻറ്റു
x1 പ്ലസ് xn എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. ഇവിടെ n നമുക്ക് അറിയില്ല, n തന്നെയാ, എത്രയുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, ജനറൽ ഫോം അല്ലേ തന്നേക്കുന്നത്. അപ്പം നമുക്കും ജനറൽ ഫോം എഴുതിയാൽ മതി. അപ്പം x1 എത്രയാ? x1 5 ആണ്. xn എത്രയാ? 2n പ്ലസ് 3 ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. n/2 ഇൻറ്റു x1 എന്ന് പറയുന്നത് 5 പ്ലസ് xn 2n പ്ലസ് 3. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 5 പ്ലസ് 3 8 അല്ലേ? അപ്പോൾ ഇതെന്തായിട്ട് വരും? 2n പ്ലസ് 8 എന്ന് വരും. ഇവിടെ വരെ എഴുതിയാൽ മാർക്ക് കിട്ടും. എന്നാലും നമുക്കിതൊന്ന് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? n ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. n ഇൻറ്റു 2n എന്ന് പറയുന്നത് 2n സ്ക്വയറാ. ഇനി പ്ലസ് n ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 8n/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2n സ്ക്വയർ ബൈ 2. 2/2 1 അല്ലേ? അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 2 1 ആണ്. അപ്പോൾ ഇത് 1 ആയിട്ട് പോകും. ബാക്കി എന്തുണ്ട്? n സ്ക്വയർ അല്ലേ? 1n സ്ക്വയർ പ്ലസ് ഇനി ഈ ടേം 8n/2. ഓക്കെ, 8n/2 8/2 എത്രയാ? 4 ആണ്. പിന്നെ എന്തുണ്ട്? n ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ രണ്ട് ടേമിനകത്തൊന്നും n കോമൺ എടുക്കാൻ മേലെ. ബാക്കി എന്തുണ്ട്? ഇവിടുന്ന് ഒരു n എടുത്താൽ ബാക്കി ഒരു n കൂടെ ഉണ്ട് അവിടെ. പ്ലസ് ഈ ടേമിൽ നിന്ന് n എടുത്തു, ബാക്കി 4 ഉണ്ട്. അപ്പോൾ ഇത് വരും. സോ ഇതാണ് എന്ത് നമ്മളുടെ ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ, ഈ ഒരു ഓൾജിബ്രാക് ഫോം വരുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ, ഫസ്റ്റ് n ടേംസ്. ഓക്കെ അല്ലേ? രണ്ടാമത്തത് നോക്കാവേ. രണ്ടാമത്തത് നമുക്ക് തന്നിരിക്കുന്ന nth ടേം 3n പ്ലസ് 2 ആണ്. എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക. ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു n, അതായത് 3 ഇൻറ്റു 1 പ്ലസ് 2, 3 പ്ലസ് 2 5. സെക്കൻഡ് ടേമോ? സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 3 ഇൻറ്റു 2 പ്ലസ് 2, അപ്പോൾ 6 പ്ലസ് 2 8. തേർഡ് ടേം എന്ന് പറയുന്നത് 3 ഇൻറ്റു 3 9 പ്ലസ് 2 11. സീക്വൻസ് കിട്ടിയില്ലേ? സോ ദ റിക്വയർഡ് സീക്വൻസ് ഏതാണ്? റിക്വയർഡ് സീക്വൻസ് എന്ന് പറയുന്നത് 5 8 11 എക്സെട്ര 3n പ്ലസ് 2 വരെ. സം കണ്ടുപിടിക്കാം. Sn is equal to n/2 ഇൻറ്റു x1 പ്ലസ് xn അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു n നമുക്കറിയില്ല, x1 5 ആണ്, xn 3n പ്ലസ് 2 ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 അങ്ങനെ തന്നെ നിൽക്കും. നമ്പർ ഓഫ് ടേംസിൻ്റെ ആവശ്യമില്ല, ജനറൽ ഫോം ആണ്. x1 പ്ലസ് xn ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 3n പ്ലസ് 7. ഇവിടെ നിർത്താം, എന്നാലും ഒരു വൃത്തിക്ക് നമുക്ക് ബാക്കിയും കൂടെ ചെയ്ത് പഠിക്കാം അല്ലേ? n ഇൻറ്റു 3n സ്ക്വയർ പ്ലസ് 7n/2. ഓക്കെ, ഇത്രയേ വരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2n മൈനസ് 3. ഇതാണ് nth ടേം പറഞ്ഞേക്കുന്നത്, nth ടേം. അപ്പോൾ നമുക്കിതിൻ്റെ സം ഓഫ് ഫസ്റ്റ് n ടേംസ് കണ്ടുപിടിച്ചാലോ? ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ x1 അല്ലേ? x1 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2 ഇൻറ്റു 1 2, 2 മൈനസ് 3 മൈനസ് 1 വരും. x2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 4, 4 മൈനസ് 3 1. ഓക്കെ, x3 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 3 6, 6 മൈനസ് 3 3. ഓക്കെ, അപ്പം നമുക്ക് xn അറിയാം. xn ആണ് നമുക്ക് തന്നിരിക്കുന്ന 2n മൈനസ് 3. ഇനി എന്ത് കണ്ടുപിടിക്കാം? സം കണ്ടുപിടിക്കാം. Sn is equal to n/2 ഇൻറ്റു x1 പ്ലസ് xn അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 മൈനസ് 1 ആ, പ്ലസ് xn 2n മൈനസ് 3 ആ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2n മൈനസ് 1 മൈനസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് 4 ആ. ഓക്കെ, ഇവിടം വരെ എഴുതാം. ഇല്ലെങ്കിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് 2n സ്ക്വയർ മൈനസ് 4n/2 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ n സ്ക്വയർ മൈനസ് 2n എന്ന് വരും. വീണ്ടും n കോമൺ ആയിട്ട് എടുക്കുമ്പോൾ n ഇൻറ്റു n മൈനസ് 2 എന്ന് വരും. ഇവിടം വരെയും ചെയ്യാം. ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ആൻസർ. എങ്കിലും ഇത് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, സോ ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാവോ? ഫോർത്ത് ക്വസ്റ്റ്യൻ ഏതാണ്? 3n മൈനസ് 2 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണേ. സെയിം ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം തേർഡ് ടൈം കണ്ടുപിടിക്കുക, സീക്വൻസ് ആക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈം ഇത് തന്നെ ആക്കി എടുക്കുക, എന്നിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത് ഹോംവർക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നിങ്ങളിത് ഹോംവർക്കായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ n/2 ഇൻറ്റു 3n മൈനസ് 1 ആണോ എന്ന് കേട്ടോ. അതായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോണ ആൻസർ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണേ.
ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. The sum of the first n terms of some arithmetic sequences are given below. Find the nth term of which. ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ നേരെ ഓൾട്ടർനേറ്റ് എന്ന് വെച്ചാൽ ഇപ്പം തന്നിരുന്നത് nth ടൈം തന്നിട്ട് സമ്മ് കണ്ടുപിടിക്കാനായിരുന്നു. ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? സമ്മ് തന്നിട്ടുണ്ട്, നമുക്ക് nth ടൈം കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിച്ചാലോ? ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. n സ്ക്വയർ പ്ലസ് 2n. ഇതെന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മ തന്നേക്കുന്നത്. ഇതിൽ നമുക്ക് nth ടേം കണ്ടുപിടിക്കാനുള്ള എന്താണ് ഓൾജിബ്രാക് ഫോം കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ സമ്മ് ഒരു ടേമിൻ്റെ സം അല്ലെങ്കിൽ ഒരു ടേമേ ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലുള്ളെങ്കിൽ അത് ഏത് ടേം ആയിരിക്കും എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഈ n 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1 സ്ക്വയർ 1 പ്ലസ് 2 ഇൻറ്റു 1 2. അപ്പം ഒരു ടേമേ ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലുള്ളെങ്കിൽ ആ ടേം 3 ആയിരിക്കും. ഓക്കെ, ഇനി സം ഓഫ് 2 ടേംസ്. ഇനിയിപ്പം നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൽ 2 ടേം ആണെന്നുണ്ടെങ്കിൽ ആ സം എത്രയായിരിക്കും? 2 സ്ക്വയർ 4 4 പ്ലസ് 2 ഇൻറ്റു 2 4 8 ആയിരിക്കും. ഇതിൻ്റെ അർത്ഥം രണ്ടാമത്തെ ടേം 8 ആണെന്നല്ല, ഫസ്റ്റ് ടേം എന്തായാലും ഒരു ടേമേ ഉള്ളെങ്കിൽ ആ ടേം 3 ആണ്. ഓക്കെ, ഇനി 2 ടേം ഉണ്ടെങ്കിൽ അവരുടെ സമ്മ് 8 ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം ഏതായിരിക്കും? 18 3 കുറച്ചാൽ പോരെ? അപ്പോൾ എത്ര വരും? 5 ആയിരിക്കും സെക്കൻഡ് ടേം. എന്നാലല്ലേ 3ഉം 5ഉം കൂടെ ആഡ് ചെയ്തിട്ട് 8 എന്നുള്ള സമ്മ് കിട്ടത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഇനി ഒരു 3 ടേം ആണ് ആ അരിത്തമെറ്റിക് സീക്വൻസിലുള്ളെങ്കിൽ അവരുടെ സമ്മോ 3 സ്ക്വയർ, അതായത് 3 ഇൻറ്റു 3 9 പ്ലസ് 2 ഇൻറ്റു 3 2n 2 ഇൻറ്റു 3 6. അപ്പോൾ 9 പ്ലസ് 6 15. 3 ടേംസിൻ്റെ സമ്മ ആണെങ്കിൽ എത്ര വരും? 15 വരും. ഓക്കെ, അപ്പം നമുക്ക് ആ സീക്വൻസ് ഒന്ന് എഴുതി നോക്കിയാലോ? സോ ദ റിക്വയർഡ് സീക്വൻസ് ഇസ് ഈക്വൽ ടു ഏതാണ്? ആദ്യത്തെ നമ്പർ 3 ആണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 8 മൈനസ് 3 ആണ് 5. ഓക്കെ, ഇനി തേർഡ് ടേം കണ്ടുപിടിക്കാനായിട്ടോ? തേർഡ് ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 2 ടേംസിൻ്റേത് 8 ആണ് സമ്മ്, 3 ടേംസിൻ്റെ 15 ആണ്. അപ്പോൾ എത്രയാണ് വരിക? 7 ആണ് വരിക. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ഈ സീക്വൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് സീക്വൻസ് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? nth ടേമാണ് കണ്ടുപിടിക്കുക. nth ടേം എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ ഓൾജിബ്രാക് ഫോം ആണ് കണ്ടുപിടിക്കണ്ടേ. മനസ്സിലായോ? അതിൻ്റെ ഓൾജിബ്രാക് ഫോമിനെ nth ടേം എന്ന് പറയാം. അപ്പോൾ ഓൾജിബ്രാക് ഫോം, അതായത് xn എന്ന് പറയുന്നതിൻ്റെ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുക? an പ്ലസ് ബി. ഈ an ആയിരുന്നു d ആയിരുന്നു. b എന്തായിരുന്നു? f മൈനസ് d ആയിരുന്നു. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? 5 മൈനസ് 3 വിച്ച് ഈസ് 2 അല്ലേ? f മൈനസ് ഡിയോ? f ഏതാ ഇവിടുത്തെ? 3 മൈനസ് d എത്രയാ? 2 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? nth ടേം കിട്ടും. an 2n പ്ലസ് b. ഇതായിരിക്കും ഇവിടുത്തെ nth ടേം. ഭയങ്കര ഈസി അല്ലായിരുന്നോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2n സ്ക്വയർ പ്ലസ് 1 ആണ് എന്ത്? സമ്മ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ n ടേംസിൻ്റെ സം ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ടേമേ അരിത്തമെറ്റിക് സീക്വൻസിലുള്ളെങ്കിൽ അത് ഏതാ ടേം? 2 ഇൻറ്റു 1 സ്ക്വയർ 2 പ്ലസ് 1 3 ആയിരിക്കും ആദ്യത്തെ ടേം. ഇനി 2 ടേമാണ് അരിത്തമെറ്റിക് സീക്വൻസിലുള്ളെങ്കിൽ അതിൻ്റെ സം എന്താവും? 2 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 സ്ക്വയർ 4 പ്ലസ് 2. സോ 2 ഇൻറ്റു 4 8 പ്ലസ് 2 10 വരും. ഓക്കെ, അതെന്ന് വെച്ചാൽ ആ അരിത്തമെറ്റിക് സീക്വൻസിൽ 2 ടേം ഉണ്ടെങ്കിൽ അതിൻ്റെ സമ്മാണ് 10 എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെക്കൻഡ് ടേം ഏതാ? സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 10 മൈനസ് 3 7 ആണ്. തേർഡ് ടേമും കൂടെ കണ്ടുപിടിക്കാം. അപ്പോൾ S3 3 നമ്പേഴ്സിൻ്റെ സമ്മ്. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 3. അപ്പോൾ 2 ഇൻറ്റു 3 സ്ക്വയർ 9 അല്ലേ? 3 ഇൻറ്റു 3 9 പ്ലസ് 3. സോ 9 2s are 18 പ്ലസ് 3 21 എന്ന് വരും. അപ്പോൾ 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ സമ്മ് 21 ആണ്. അപ്പോൾ തേർഡ് ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? തേർഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് 2 ടേംസിൻ്റെ സമ്മ് 10 ആണ്. അപ്പോൾ 21 നിന്ന് 10 കുറച്ചാൽ മതി കേട്ടോ. ആ സമ്മാണേ കുറയ്ക്കണ്ടേ. അപ്പോൾ എത്ര കിട്ടും? 11 ആയിരിക്കും തേർഡ് ടേം. അപ്പോൾ നമ്മളുടെ സീക്വൻസ് കിട്ടി. ദ റിക്വയർഡ് സീക്വൻസ് is equal to ഫസ്റ്റ് ടേം 3, സെക്കൻഡ് ടേം 7, തേർഡ് ടേം 11. ഇങ്ങനെ പോകും. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? 4 അല്ലേ? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസും അല്ലേ? എന്ത് ചെയ്യണം? nth ടേം, അതായത് ഓൾജിബ്രാക് ഫോം.
ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കുമ്പോൾ അതാണ് xn, അതായത് an പ്ലസ് ബി. എ എന്ന് പറയുന്നത് ഡി ആണ്, കോമൺ ഡിഫറൻസ്. ബി എന്ന് പറയുന്നത് എഫ് മൈനസ് ഡി ആണ്. അപ്പോൾ ഇവിടുത്തെ ഡി എത്രയാ? 4 ആണ്. എഫ് മൈനസ് ഡി എത്രയാ? എഫ് 3 ആണ് അല്ലേ? അപ്പോൾ 3 - 4 -1. അപ്പോൾ xn എത്രയാകും? xn ഇസ് ഈക്വൽ ടു എ പ്ലസ് അല്ലെങ്കിൽ 4n പ്ലസ് ബി -1 ആണ്. അപ്പോൾ 4n - 1. അടുത്ത് കേട്ടോ, അടുത്തത് 4th ക്വസ്റ്റ്യൻ. 2n². അവിടുത്തെ 4th ക്വസ്റ്റ്യൻ ആണ് 2n² - n. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ n² - 2n. അപ്പോൾ ഫസ്റ്റ് ഒരു ടേമേ ഉള്ളെങ്കിൽ അതിൻ്റെ സമ്മ് 1² 1 - 2 × 1 2. അപ്പം ഒരു ടേമേ ഉള്ളെങ്കിൽ അത് -1 ആണ്. രണ്ട് ടേമിൻ്റെ സമ്മ് 2² 4 - 2 × 2 4. അപ്പോൾ എത്ര കിട്ടും? 0. അപ്പം നമുക്ക് രണ്ട് ടേമിനെ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. അപ്പോൾ സെക്കൻഡ് ടേം ഏതായിരിക്കും? -1നോട് എന്ത് ആഡ് ചെയ്താലാ 0 കിട്ടുക? 1. അപ്പോൾ സെക്കൻഡ് ടൈം 1 ആയിരിക്കും. ഓക്കെ, ഇനി 3 ടൈം ആണെങ്കിലോ 3² 9 - 2 × 3 6. അപ്പോൾ 9 - 3 3 വരും. അപ്പോൾ നമ്മളുടെ സീക്വൻസ് ഏതാകും? സീക്വൻസ് ഇസ് ഈക്വൽ ടു -1 ആണ് ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം 1 ആണ്, മൂന്നാമത്തെ 3 ടേംസിൻ്റെ സമ്മ് 3 ആണ് അല്ലേ? അപ്പോൾ ടേം ഏതാണ്? 2 ആയിരിക്കും. ഓക്കെ, തേർഡ് ടേം എന്ത് വരും? 3 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള സീക്വൻസ്. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ ഓൾജിബ്രായിക് ഫോം xn കണ്ടുപിടിക്കണം. an പ്ലസ് ബി ആണ്. a ഇസ് d ആൻഡ് b ഇസ് f മൈനസ് d. ഓക്കെ, അപ്പോൾ d എത്രയാണ് ഇവിടെ? 2 അല്ലേ? 3 - 1 2, 1 - -1 1 - -1ഉം 2 ആണ്. ഓക്കെ, അടുത്തത് f മൈനസ് ഡി. f ഏതാ ഇവിടെ? -1. d എത്രയാ? 2. അപ്പോൾ f മൈനസ് ഡി, സോ -3 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എന്ത് ടേം ഏതാ? an. സോ 2n പ്ലസ് b, അതായത് -3. ഇതാണ് അതിൻ്റെ എന്ത് ടേം. ഭയങ്കര ഈസി അല്ലേ ഇത് ചെയ്യാൻ? സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? നാലാമത്തത് 2n² - n. ഇതൊന്ന് ജസ്റ്റ് തിരിച്ചിട്ടതേ ഉള്ളൂ. അപ്പോൾ ഒരു ടേമേ ഉള്ളെങ്കിൽ അത് 2 × 1² 2 - 1 1 ആണ് ഫസ്റ്റ് ടൈം. രണ്ട് ടേം അരിത്തമെറ്റിക് സീക്വൻസിലുണ്ടെങ്കിൽ അതിൻ്റെ സമ്മ് 2 × 2² 4 - 2. അപ്പോൾ 8 - 2 6 ആണ്. രണ്ട് ടേം ഉണ്ടെങ്കിൽ അതിൻ്റെ സമ്മ് 6. അപ്പോൾ ഫസ്റ്റ് ടേം 1 അല്ലേ? അപ്പോൾ സെക്കൻഡ് ടൈം ഏതാകും? സെക്കൻഡ് ടേം 6ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി. സെക്കൻഡ് ടേം 5. ഓക്കെ, ഇനി 3 ടേം ഉണ്ടെങ്കിൽ എന്താകും അതിൻ്റെ സമ്മ്? 2 × 3² 9 -3. സോ 9 2s are 18. 18 - 3 15. സമ്മാണ് 15. ആദ്യത്തെ 3 ടേംസിൻ്റെ സമ്മ് 15. അങ്ങനെയാണെങ്കിൽ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 3 എണ്ണത്തിൻ്റെ സമ്മ് 15, 2 എണ്ണത്തിൻ്റെ സമ്മ് 6. ഓക്കെ, 9 വരും. ഓക്കെ, അപ്പം നമ്മളുടെ സീക്വൻസ് ഏതാ? നമുക്ക് ആവശ്യമുള്ള സീക്വൻസ് ദ റിക്വയർഡ് സീക്വൻസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 5, തേർഡ് ടേം 9, ഇങ്ങനെ പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ nth ടേം എന്ന് പറയുന്നത് an പ്ലസ് ബി ആണ്. a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. എത്രയാണ് കോമൺ ഡിഫറൻസ്? 4. f മൈനസ് ഡി ആണ് b. f ഏതാ ഇവിടുത്തെ? 1 മൈനസ് d 4 -3. എഴുതിക്കേ, a 4n -3 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കൊരു ഹോംവർക്ക് ചെയ്യാം. ഒരു ഹോംവർക്കും കൂടെ. ഇവിടുത്തെ 5th ക്വസ്റ്റ്യൻ n² - n. ഇത് നിങ്ങളുടെ ഹോംവർക്കാണ്. ഈ ഒരു സമ്മിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? nth ടേം കണ്ടുപിടിക്കണം കേട്ടോ. അപ്പം മക്കളെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തത് പേജ് നമ്പർ 71ൻ്റെ എക്സർസൈസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഭയങ്കര ഈസി അല്ലായിരുന്നോ? ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 3, 4, 5 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. ഇതിൻ്റെ നോട്ട്സ് അവൈലബിൾ ആണ്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക. ചെറിയൊരു പേയ്മെൻറ്റ് ഉണ്ടാവും. പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. സോ ഹാൻഡ് റിട്ടൺ നോട്ടാണ്, ടൈപ്പ് ചെയ്തതല്ല. ആവശ്യമുള്ളവർ ചോദിക്കുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പോർഷനായിട്ട് കാണാം. ബൈ.